ഇന്ന് ഒരു ഗ്രീൻ ബീൻസ് തോരൻ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 ഗ്ലാസ് ഗ്രീൻ ബീൻസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതൊന്നെടുത്ത് കഴുകി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വെന്ത് വരട്ടെ. ഒരു ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ സമയത്ത് നമ്മുടെ ഗ്രീൻ ബീൻസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അത് തുറന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ 2 സബോള ഇട്ട് കൊടുക്കാം. സാധാരണ ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടാണ് ചെയ്യാറ്. ഇത് വേറൊരു വെറൈറ്റി രീതിയിലാണ് ചെയ്യുന്നത്. ഇത് 1-2 പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ 2 സബോള ഉണ്ടാകും, നന്നായി വഴറ്റിയെടുക്കുക. നന്നായി തന്നെ വഴന്നു വരണം. ഇന്ന് അപ്പൂന് ക്ലാസ്സൊന്നുമില്ല, അതുപോലെ സാവധാനത്തിൽ ചെയ്യാറുണ്ട്. അതൊരു പുതിയതായി വന്നപ്പോൾ ഞാൻ എനിക്ക് ഒരു 2 പച്ചമുളക് കീറിയതാണ്. അതുപോലെ വേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതൊന്ന് മുരിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അധികം പൊടികളൊന്നുമില്ല കേട്ടോ. വലിയ മുളകിലല്ല ഞാൻ ചെയ്യുന്നത്. ഇത് അപ്പം കഴിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഇതേപോലത്തെ കടല, അതുപോലെ ഗ്രീൻ ബീൻസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് ചെല്ലണം. അപ്പോൾ ഞാനൊക്കെ ആകുമ്പോൾ ഒരു വാരി കഴിച്ചു. കുറേ മുളകൊക്കെ അവർക്ക് കഴിക്കാൻ പറ്റില്ല. നമുക്ക് നല്ല ശരിയാണ്, പക്ഷെ അവർക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 2 പച്ചമുളക് ഇട്ടുണ്ട്. ഇതൊന്നായി വരുമ്പോൾ ഞാൻ എനിക്കൊരു 1/2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട്. വേറെ ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണിത്. ഇതിൽ ഞാൻ നാളികേരമൊക്കെ ചെറുകിയത്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കൂടി കഴിക്കുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റും. ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്വല്പം വെള്ളമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഈ മുളകും ഇതൊക്കെ അതിലൊന്ന് ചേർന്ന് പോവുകയും ചെയ്തു. അപ്പോൾ അതങ്ങനെ ഒന്ന് ആ വെള്ളത്തിൽ നിന്ന് വറ്റിക്കണം. പൊട്ടിയ സമയത്ത് പാകാണെന്ന് നോക്കാം. വളരെ ടേസ്റ്റ് കറി. ഞാൻ 1-2 തവണ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ മറ്റേ ഈ ഗ്രീൻ ബീൻസിനോട് അധികം താല്പര്യമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എനിക്കിഷ്ടം. ഇതിൽ ഞാനൊരു അരമുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇതും കൂടി കടിക്കുമ്പോഴാണ് അതിനൊരു രസം ഉണ്ടാകുന്നത്. അരമുറി തേങ്ങ ഇട്ടുണ്ട്. കുറച്ചല്ല ഗ്രീൻ ബീൻസാണ്, പക്ഷേ തേങ്ങ ഞാൻ കൂടുതലിട്ടുണ്ട്. കാരണം അത് കൂടുതലിടുമ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. വെറുതെ കൊടുത്താലും കഴിച്ചോളാം. നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ആ ചൂട് മതി. ഇതൊക്കെ ടീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. ആ നാളികേരമൊക്കെ ചെന്നോട്ടെ അങ്ങനെയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഗ്രീൻ ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ ഗ്രീൻ ബീൻസ് തോരൻ. Bye. Okay, see you.